ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യരഹിത ബോട്ട് സമുദ്രത്തിൽ നിന്നും ജീവനോടെ സൈനികരെ രക്ഷിക്കുന്നത്. കോർസെയർ എന്ന സ്വയം നിയന്ത്രിത ഡ്രോൺ ബോട്ടാണ് ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. 2 മണിക്കൂറോളം കടലിൽ കിടന്ന പൈലറ്റുമാരെ കരക്കെത്തിച്ച ഈ ബോട്ട് നിർമ്മിച്ചത് ഇന്ത്യൻ വംശജൻ വൈഭവ് അൽത്തേക്കർ സഹസ്ഥാപകനായ സാരോണിക് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. അമേരിക്കയിലെ ടെക്സസ് കേന്ദ്രീകരിച്ചാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ AI ഇന്റലിജൻസ് യൂണിറ്റിന് കീഴിലുള്ള ഡ്രോൺ ബോട്ടുകൾ മേഖലയിൽ നടത്തിയ ആദ്യ രക്ഷാപ്രവർത്തനമാണ്. കോർസെയർ ബോട്ടിന് 24 അടി നീളമുണ്ട്. മണിക്കൂറിൽ 64 കിലോമീറ്റർ വരെ വേഗതയും ഇതിനുണ്ട്. 450 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ ബോട്ട് 1000 നോട്ടിക്കൽ മൈലിൽ അധികം സഞ്ചരിക്കുകയും ചെയ്യും. അമേരിക്കയുടെ AH-64 അപ്പാച്ചെ ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാന്റെ ഡ്രോണുമായി കൂട്ടിയിടിച്ചു തകർന്നു എന്നാണ് പറയുന്നത്. ഇത് ഇറാൻ നടത്തിയ ആക്രമണം ആണെന്ന് പറയാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ അതിന് പ്രതികാരമായി അവർ ഇറാനിൽ ആക്രമണം നടത്തുകയും ചെയ്തു. കടലിൽ അകപ്പെട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞ പൈലറ്റുമാരെ രക്ഷിക്കാൻ എത്തിയതാണ് കോർസെയർ എന്ന സ്വയം നിയന്ത്രിത ബോട്ട്. അമേരിക്കൻ സൈന്യം മനുഷ്യരില്ലാത്ത ഒരു ഡ്രോൺ ബോട്ട് വിദൂര നിയന്ത്രണത്തിലൂടെ ഉപയോഗിച്ച് കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമാണ്. ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാരോണിക് ടെക്നോളജീസ് എന്ന ഡിഫൻസ് ടെക്നോളജി കമ്പനിയാണ് ഈ ഡ്രോൺ ബോട്ട് വികസിപ്പിച്ചെടുത്തത്. കമ്പനിയുടെ സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ വൈഭവ് അൽത്തേക്കർ എന്ന ഇന്ത്യൻ വംശജനാണ് കോർസെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം ഓട്ടോണമസ് സിസ്റ്റംസ്, മാരിടൈം ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധനാണ്. സാരോണിക്കിന് മുമ്പ് ആൻഡുറൽ എന്ന കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന വൈഭവ് റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയുടെ ഗോസ്റ്റ് ഷാർക്ക് ഡ്രോൺ അന്തർവാഹിനി പദ്ധതിയിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2022 സെപ്റ്റംബറിൽ ഓസ്റ്റിനിലാണ് സാരോണിക് ടെക്നോളജി സ്ഥാപിക്കുന്നത്. മുൻ അമേരിക്കൻ നേവി സീൽ ഉദ്യോഗസ്ഥനായ ഡിനോ മാട്രൂക്കാസ്, വൈഭവ് അൽത്തേക്കർ, ഡഗ് ലാബർട്ട്, റോബ് ലേമാൻ എന്നിവർ ചേർന്നാണ് ഈ കമ്പനി തുടങ്ങുന്നത്. അത്യാധുനിക ഡ്രോൺ ബോട്ടുകൾ നിർമ്മിക്കുന്നതിനായി $392 മില്യൺ കരാറാണ് കമ്പനിക്ക് അമേരിക്കൻ നാവികസേനയുമായിട്ടുള്ളത്. മനുഷ്യജീവനുകൾ രക്ഷിക്കുന്നതിനും സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും ഈ സ്വയം നിയന്ത്രിത ബോട്ടുകൾ എത്രത്തോളം സഹായകമാണെന്നാണ് ഹോർമുസ് കടലിടുക്കിലെ ഈ പുതിയ രക്ഷാപ്രവർത്തനം തെളിയിക്കുന്നത്.